Hi dears, welcome to Race Education. അപ്പോൾ നമ്മുടെ ഓണം എക്സാം വരെയാണ്. ഓണം എക്സാമിന് ഹിന്ദി 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ തയ്യാറെടുക്കണമെന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഹിന്ദി എക്സാമിന് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ് അല്ലേ മിസ്സേ? പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് എത്ര ചാപ്റ്റർ ആണുള്ളത്, എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ പ്രത്യേകിച്ച് 7th കഴിഞ്ഞ് ഹൈസ്കൂളിലേക്കും കൂടെ എത്തിയ കുട്ടികളാണല്ലോ. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ വരെ നിങ്ങൾ എഴുതിയതുപോലെ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലെ പാരഗ്രാഫിൽ നിന്ന് ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല കൂടുതലും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായി പഠിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനെ അനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ എക്സാമിന് പോകണം. അതെ, അപ്പൊ നമുക്ക് 2 യൂണിറ്റുകളാണ് എക്സാമിന് ഉണ്ടാവുക. അപ്പൊ ഓരോ യൂണിറ്റിലും രണ്ട് ചാപ്റ്റേഴ്സ് എഴുതാനുള്ളത്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കവിതയാണല്ലേ മിസ്സേ? പേട് എന്ന കവിതയാണ്. അതെ, വളരെ നല്ല എന്ന് വെച്ചാൽ പ്രകൃതിയെ കുറിച്ച് പറയുന്ന. അപ്പൊ നമ്മൾക്ക് പഠിച്ചത് നോക്കിയാൽ അറിയാം, 5th മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് പ്രകൃതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെ വല്ലാതെ നിങ്ങളിൽ അല്ലെ, നിങ്ങൾക്ക് അതിന്റെ സന്ദേശം ഒരുപാട് ചാപ്റ്റേഴ്സിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ 7th വരെ ഒരുപാട് പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചുള്ള പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് വല്ല ഇതൊക്കെ എഴുതിയിട്ടുണ്ടാകും അല്ലെ. അങ്ങനെയൊക്കെ കുറച്ച് ലഘു പോലെയൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് എടുത്ത് എഴുതാനും ചിത്രങ്ങൾ നൽകിയിട്ട് ശരിയായത് അവിടെ ഫില്ല് ചെയ്യാനും ഒക്കെ നൽകിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു സന്ദേശമാണ് ഫസ്റ്റ് യൂണിറ്റിൽ നൽകുന്നത്. ഇവിടെ പേട് എന്ന കവിതയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം കവിതയുടെ ആശയം തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനും വരും പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ച്. അതെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ പേടുന്ന കവിത മിസ് പറഞ്ഞു പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെയാണ് അതേ സെയിം കോൺസെപ്റ്റിലാണ് 2ാമത്തെ ചാപ്റ്റർ വന്നിരിക്കുന്നത്, ജൂലിയ ഓർ ലൂണ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. 738 ദിവസം മരത്തിന്റെ മുകളിൽ അല്ലേ, അതായത് ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എത്ര ഡേയ്സ് ആണ്, എന്തായിരുന്നു ആ ഇൻസിഡന്റ് എന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. അതിന്റെ ആവശ്യകത എന്താണ്, നമുക്ക് ഇതുവരെ എഴുതാത്ത ഒരു രീതിയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് വരിക. കാരണം എന്താ വെച്ചാല് പത്രവാർത്ത എഴുതാൻ, സമാചാർ പത്ര റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചോദ്യം വരിക. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല. അപ്പൊ ആ ഒരു രീതിയൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് ഒരു കോൺവെർസേഷൻ വരാം. അതായത് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി അവിടുത്തെ ആ ഒരു മരമുറി കമ്പനിയിലെ ആളുകളൊക്കെ പറയുന്ന ഒരു കോൺവെർസേഷൻ വരാം. പിന്നെ നമുക്ക് സമാചാർ പത്ര വരാം, അപ്പൊ ഡയറി വരാം, ജൂലിയയുടെ ഡയറി വരാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാം. പിന്നെ നമുക്ക് പഠിക്കുന്നത് ഹാച്ചി കി കഹാനിയാണ് അല്ലെ. നല്ല രസകരമായിട്ടുള്ള ഒരു കഹാനിയാണ്. അപ്പോൾ ഹാച്ചിയുടെ കഥയെ കുറിച്ച് നമുക്ക് ഇതുപോലെ കോൺവെർസേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറി, അദ്ദേഹം ഈ നായക്കുട്ടിയായിട്ട് വീട്ടിലെത്തുന്ന സമയത്തുള്ള ഒരു സന്ദർഭത്തിൽ ഭാര്യയുമായിട്ടുള്ള കോൺവെർസേഷൻ ചോദിക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ അന്നത്തെ ദിവസത്തെ ഒരു ഡയറി ചോദിക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ അത് കൂടാതെ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നന്നായിട്ട് വായിച്ചിരിക്കണം. അതിലുള്ള ന്യൂ വേർഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ബൈ ഹാർട്ട് പഠിക്കുകയല്ല, പക്ഷെ അതിന്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടൊന്ന് നോക്കുക. എനിക്ക് ഇതിന്റെ മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ ചോദ്യം മാത്രം ഇങ്ങനെ കുറെ ബൈ ഹാർട്ട് പഠിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് വേർഡിന്റെ മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാകും. പിന്നെ അത് കൂടാതെ കറക്റ്റായ ആൻസർ എടുത്ത് എഴുതാൻ, ഇപ്പൊ കുറെ ആൻസറുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലതൊക്കെ നമുക്ക് ആ പാരഗ്രാഫ് ചാപ്റ്ററിന്റെ ഭാഗമൊക്കെ വായിച്ച് നമുക്ക് ഓർമ്മ വരും എഴുതാൻ. പക്ഷേ നമുക്ക് അതിന്റെ വേർഡ് അറിയണം, മീനിങ് അറിയണം, എങ്കിലേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 4ാമത്തെ ചാപ്റ്റർ ആണ് 2ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് ബാബ ഓർ ബാബ കി ചടി എന്നുള്ള കവിത. അപ്പൊ ഈ ഒരു കവിതയിലും അതുപോലെ തന്നെ ഹാച്ചി കി കഹാനി എന്ന കവിതയിലും മനുഷ്യരുമായിട്ടും അവരുടെ ഫീലിങ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിലുള്ളത്. അപ്പോ ബാബ ഓർ ബാബ കി ചടി എന്ന കവിതയിൽ ഇപ്പൊ കവിത വരുമ്പോൾ നമുക്കറിയാം എന്താണ്, ആശയം ചോദിക്കാം, ഭാവാർത്ഥം ചോദിക്കാം. പക്ഷെ ഈ ആശയം ചോദിച്ചാലും ഭാവാർത്ഥം ചോദിച്ചാലും അതുപോലെ തന്നെ ആസ്വാദന കുറിപ്പ് ചോദിച്ചാലും, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് അറിയേണ്ടത്, കവിതയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആശയം എന്താണെന്നാണ്.
അപ്പൊ നമ്മൾ ആദ്യം തന്നെ റൈറ്ററിന്റെ പേര് ഉറപ്പായിട്ടും കവിതയുടെ ആശയം എഴുതുമ്പോൾ കവി പരിചയം ചെയ്യണം. രണ്ടാമത്തേതായിട്ട് നമ്മൾ ആശയം പഠിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ എന്തുകൂടെ ചെയ്യണം, നമ്മുടെ അഭിപ്രായം ആ ഒരു കവിതയുമായി ബന്ധപ്പെട്ട് കിട്ടിയ സന്ദേശം, ആ കവിതയുടെ സന്ദേശം നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം, അതുകൊണ്ട് നമ്മുടെ ജനറേഷനുള്ള ഗുണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി 8ാം ക്ലാസ്സിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നല്ല സമയം എടുക്കും. അപ്പൊ അത് നമ്മൾ നേരത്തെ അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമില്ലാതെ എഴുതാം. കാരണം ക്വസ്റ്റ്യൻ ഒരു തവണ സാധാരണ കുട്ടികൾ പോസ്റ്റർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തവണ 8ാം ക്ലാസ്സിൽ ചോദിച്ചു നാരാ ലിഖിയെ എന്ന് പറഞ്ഞ പോസ്റ്റർ പോലെ വരയ്ക്കൊന്നും വേണ്ട, എന്താണോ തന്ന സബ്ജക്റ്റ് അതിനെ കുറിച്ച് ഒരു നാര തയ്യാറാക്കിയാൽ മതി. നമ്മൾ പോസ്റ്ററിൽ എഴുതിയില്ലേ അതേ സാധനം തന്നെ നമ്മൾ ബോക്സ് ഇല്ലാതെ എഴുതിയാൽ മതി. 2 എണ്ണം വെള്ളത്തെ കുറിച്ച് 2 നാര എഴുതാനാ. പക്ഷെ ആ വർഷം കുട്ടികൾക്കൊന്നും ആ ചോദ്യം മനസ്സിലായില്ല. എന്താണ് ചോദിച്ചത് എന്നറിയാതെ കുറേ കുട്ടികൾ എക്സാം കഴിഞ്ഞിട്ട് എന്താണ് ആ ചോദ്യം, എന്താണ് അവിടെ എഴുതേണ്ടത് എന്നറിയാതെ വന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഇങ്ങനെ പഠിക്കാതെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ലാംഗ്വേജ് അല്ലേ, സിമ്പിൾ അല്ലേ എന്ന് നിങ്ങൾ കരുതണ്ട. കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരല്പം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ ഈ പാഠഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇന്ത്യക്ക് എക്സാമിന് വരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഈ ചാപ്റ്റർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോന് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഏത് ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അറിയില്ല. അപ്പൊ സമാചാർ പത്രം നിങ്ങൾക്ക് തയ്യാറാക്കാൻ അറിയില്ല, സോറി സമാചാർ പത്രമല്ല റപ്പട്ട്. അപ്പൊ റപ്പട്ട് തയ്യാറാക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി റപ്പട്ട് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യും. അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട എക്സാമിന് വേണ്ട ചാപ്റ്റേഴ്സും അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആയിട്ട് ഞങ്ങൾ വരുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.